പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ പ്രതിരോധ മേഖലയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ സൈനിക ശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകാൻ കഴിയുന്ന ചില ആയുധങ്ങൾ ശ്രദ്ധ നേടുകയാണ്. S-500 എയർ ഡിഫൻസ് സിസ്റ്റം, Su-57 യുദ്ധവിമാനം തുടങ്ങിയവയ്ക്കൊപ്പം യുക്രൈനിൽ അതിഭീകരമായ നാശം വിതച്ച് ലോകശ്രദ്ധയാകർഷിച്ച FAB-3000 ഗ്ലൈഡ് ബോംബും ഈ ചർച്ചകളിലുണ്ട്. റഷ്യ ഈ മാരകായുധം ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധത അറിയിച്ചതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഇത് എങ്ങനെ വഴിത്തിരിവാകും എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ ബങ്കറുകൾക്കും കമാൻഡ് സെൻറ്ററുകൾക്കും ഭീഷണിയാകാൻ ശേഷിയുള്ള ഈ സൂപ്പർ ബോംബിനെക്കുറിച്ചും അതിൻ്റെ സാങ്കേതിക ശക്തിയെക്കുറിച്ചും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. FAB-3000 എന്നത് 3000 കിലോഗ്രാം, അതായത് 3 ടൺ ഭാരമുള്ള ഒരു ഹൈ എക്സ്പ്ലോസീവ് ഏരിയൽ ബോംബാണ്. 4.2 മീറ്റർ, ഏകദേശം 13.8 അടി നീളവും 2.1 അടി വ്യാസവുമുള്ള ഈ ഭീമാകാരമായ ബോംബിൽ 1400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഹാരശേഷി കൂട്ടുന്ന പ്രധാന ഘടകം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് ട്രിറ്റോണൽ. സാധാരണ TNTയുടെ കൂടെ അലൂമിനിയം പൗഡർ ചേർത്ത് നിർമ്മിക്കുന്ന ഈ മിശ്രിതം സാധാരണ സ്ഫോടക വസ്തുക്കളേക്കാൾ 18% അധികം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വികസിപ്പിച്ചെടുത്ത ഈ ബോംബിനെ റഷ്യ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. പക്ഷേ FAB-3000 ബോംബുകൾ ലക്ഷ്യത്തിലേക്ക് നേർരേഖയിൽ പതിക്കുന്നവയായിരുന്നു. എന്നാൽ റഷ്യൻ എഞ്ചിനീയർമാർ ഇതിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റമാണ് UMPK ഗൈഡൻസ് കിറ്റ്. ഈ സ്മാർട്ട് കിറ്റ് ബോംബിൻ്റെ പ്രവർത്തന രീതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. വിമാനത്തിൽ നിന്ന് പുറത്തുവിടുമ്പോൾ ഈ ചിറകുകൾ തുറക്കുകയും ബോംബ് വായുവിൽ തെന്നി നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. സാറ്റലൈറ്റ്, ഇനേർഷ്യൽ നാവിഗേഷൻ, GPS, GLO, NASS സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബോംബ് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് സ്വയം സഞ്ചരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ ഫലമായി 70 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് FAB-3000 വിക്ഷേപിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രാധാന്യം വിക്ഷേപിക്കുന്ന വിമാനം ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ പരിധിക്കുള്ളിൽ പ്രവേശിക്കാതെ തന്നെ ലക്ഷ്യം തകർക്കാൻ കഴിയുന്നു എന്നതാണ്. അതായത് പൈലറ്റുമാർക്ക് സുരക്ഷിതമായ ദൂരത്തു നിന്ന് മാരകമായ പ്രഹരം ഏൽപ്പിക്കാം. റഷ്യൻ വ്യോമസേന Su-34 ഫൈറ്റർ ബോംബറുകളിൽ നിന്നാണ് FAB-3000 നിലവിൽ യുക്രൈനിൽ വിന്യസിക്കുന്നത്. ഈ ബോംബ് പതിക്കുന്നിടത്ത് അതിൻ്റെ പ്രഹരശേഷി ഭയാനകമാണ്. FAB-3000 വീഴുന്ന സ്ഥലത്ത് 50 മുതൽ 60 മീറ്റർ വീതിയിൽ 15 മുതൽ 20 മീറ്റർ ആഴത്തിലും ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കോൺക്രീറ്റ് ബങ്കറുകൾ, പാലങ്ങൾ, ഫാക്ടറികൾ, കമാൻഡ് പോസ്റ്റുകൾ എന്നിവ മിനിറ്റുകൾക്കുള്ളിൽ ചാരമാകുന്നു. മണ്ണിനടിയിലെ തുരങ്കങ്ങളിലും ഒളിത്താവളങ്ങളിലും കഴിയുന്ന സൈനികർ പോലും സ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തിലും താപനിലയിലും അതിജീവിക്കുന്നില്ല. സ്ഫോടനത്തിൽ നിന്നും ചിതറിത്തെറിക്കുന്ന ചീളുകളും പ്രകമ്പനവും 100 കണക്കിന് മീറ്റർ ചുറ്റളവിൽ നാശം വിതയ്ക്കുന്നു. യുക്രൈനിയൻ സൈനികർ ഇതിനെ പറക്കുന്ന മരണമേഘം എന്ന് വിളിച്ച് ഭയപ്പെടുത്തുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ലോകോത്തര ശക്തിയായ അമേരിക്കയുടെ സമാനമായ ആയുധമാണ് JDAM-ER. എന്നാൽ ഭാരത്തിലും സംഹാരശേഷിയിലും FAB-3000 വളരെ മുന്നിലാണ്. അമേരിക്കൻ JDAM-ER 500,000 കിലോഗ്രാം ബോംബും ഏകദേശം 250-500 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ റഷ്യൻ FAB-3000 1400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണുള്ളത്. ഇരു ബോംബുകളുടെയും ദൂരപരിധി ഏകദേശം 70-72 കിലോമീറ്ററാണ്. ഈ താരതമ്യം വ്യക്തമാക്കുന്നത് ദൂരപരിധി ഏകദേശം തുല്യമായിരിക്കുമ്പോൾ പോലും ഭാരത്തിലും സ്ഫോടക വസ്തുക്കളുടെ അളവിലും റഷ്യൻ ബോംബിൻ്റെ സംഹാരശേഷിക്ക് അമേരിക്കൻ ബോംബിന് കിടപിടിക്കാനാവില്ല എന്നതാണ്. FAB-3000 ഇന്ത്യയുടെ പ്രതിരോധ നിരയുടെ ഭാഗമായാൽ പാകിസ്ഥാനോടും ചൈനയോടുമുള്ള തന്ത്രപരമായ സാഹചര്യത്തിൽ അത് വലിയ മാറ്റങ്ങളുണ്ടാക്കും. ചൈനീസ് അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉയർന്ന മലനിരകളിൽ ചൈന നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ബങ്കറുകളും കമാൻഡ് സെൻറ്ററുകളും തകർക്കാൻ FAB-3000 വളരെ അനുയോജ്യമാണ്. വലിയ കവചങ്ങളെ തുളച്ചു കയറാൻ ശേഷിയുള്ള ഈ ബോംബ് ഒറ്റയടിക്ക് ഒരു മുഴുവൻ ശത്രുതാവളത്തെയും തുടച്ചു നീക്കാൻ കഴിയും. ഒരു കമാൻഡ് സെൻറ്റർ നശിക്കുന്നത് ശത്രുവിൻ്റെ സൈനിക നീക്കങ്ങളെ മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തും. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ് Su-30 MKI യുദ്ധവിമാനങ്ങൾ. റഷ്യൻ നിർമ്മിതമായ ഈ വിമാനങ്ങളിൽ FAB-3000 എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ കഴിയും. കുറഞ്ഞ ചെലവിൽ വിശ്വസനീയമായ ഒരു ആയുധ ശേഖരമായി ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കും. റഷ്യ FAB-3000 UMPK കിറ്റിൻ്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിനർത്ഥം ഇന്ത്യക്ക് ഈ മാരക ബോംബുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കും. ഇത് ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കരുത്ത് പകരുകയും ചെയ്യും. FAB-3000 ലഭ്യത ഇന്ത്യയുടെ ആക്രമണ ശേഷിയിൽ ഒരു ഡിറ്ററന്റ് എഫക്റ്റ്, അതായത് പ്രതിരോധിക്കാനുള്ള കഴിവ് സൃഷ്ടിക്കും.
അതായത് ഇത്രയും വിനാശകരമായ ഒരു ആയുധം കൈവശമുള്ളപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരാൻ ശത്രുരാജ്യങ്ങൾ ഒരു തവണ കൂടി ആലോചിക്കും. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക വ്യാവസായിക ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇതിന് കഴിയും. എങ്കിലും FAB 3000ന്റെ ഉപയോഗം അതിൻ്റെ സംഹാരശേഷി കാരണം വലിയ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിച്ചു വരുത്തും. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഈ ബോംബിൻ്റെ ഉപയോഗം കനത്ത ജീവനാശത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കും എന്ന വസ്തുത ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്. FAB 3000 ഗ്ലൈഡ് ബോംബ് റഷ്യ ഇന്ത്യക്ക് നൽകാനുള്ള സന്നദ്ധത അറിയിച്ചത് രാജ്യത്തിൻ്റെ പ്രതിരോധ നവീകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. കൃത്യതയും സംഹാരശേഷിയും സമന്വയിക്കുന്ന ഈ ആയുധം അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടുന്നതിലും രാജ്യത്തിൻ്റെ പ്രതിരോധ നില ഉയർത്തുന്നതിലും നിർണായകമാകും. എന്നാൽ ഒരു പ്രതിരോധ ശക്തി എന്ന നിലയിൽ ഈ മാരകായുധം കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്വവുമുണ്ട്.